നല്ല അടിപൊളി അരോമയുള്ളൊരു മാങ്ങയാണിത്. ഇതിൻ്റെ പേര് ബദാമി എന്നാണ്. ഇവന് പല പേരുണ്ട്. ആന്ധ്രാപ്രദേശിൽ ഇവൻ ബംഗനപ്പള്ളി എന്നാണ് അറിയപ്പെടുന്നത്, കർണാടകയിൽ ബദാമി എന്നും. പക്ഷേ ഇപ്പോൾ ഇൻ്റർനെറ്റൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആകെ മൊത്തം കൺഫ്യൂസ്ഡ് ആവും. കാരണം ഇൻ്റർനെറ്റിൽ മാങ്ങയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആർട്ടിക്കിളുള്ള മിക്ക വെബ്സൈറ്റുകളിലും രണ്ട് മാങ്ങയായിട്ടാണ് കാണിക്കുന്നത്. ബദാമീൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ബംഗനപ്പള്ളിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് രണ്ട് സെയിം ആണോ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആണെന്നായിരിക്കും ഉത്തരം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഡിഫറൻ്റ് ആയി എന്ന് എനിക്കറിയില്ല. കാരണം രണ്ടും സെയിം ടേസ്റ്റ് ആവേണ്ടതാണ്. കർണാടകയിലും ആന്ധ്രയിലും കൾട്ടിവേറ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു ഡിഫറൻസേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ടേസ്റ്റ് ഡിഫറൻ്റ് ആണെന്ന് ഇൻ്റർനെറ്റ് പറയുന്നതെന്ന് എനിക്കറിയില്ല. അത് നമുക്കൊന്ന് നോക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പം വെക്കുന്ന മാങ്ങയാണ്. ഇത് ആ മാങ്ങകളിൽ സ്മോൾ സൈസ്ഡ് ആണ്. അവിടെ ഉണ്ടായിരുന്ന മാങ്ങയിൽ ഏറ്റവും ചെറുത് നോക്കി ഞാൻ എടുത്തതാണ്. ബംഗനപ്പള്ളിയും ബദാമിയൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, ആ മാങ്ങകളെല്ലാം അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് അത്യാവശ്യം നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു മാങ്ങയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു മാങ്ങയ്ക്ക് ബംഗനപ്പള്ളിയായിട്ട് വലിയ സാമ്യമൊന്നും എനിക്ക് തോന്നിയില്ല. ഇതിൻ്റെ ടെക്സ്ചറും ഫ്ലേവറും ഒക്കെ ബംഗനപ്പള്ളിയേക്കാൾ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ ഗൂഗിളിൽ വീണ്ടും സെർച്ച് ചെയ്തപ്പോൾ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് മാങ്ങയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഗൂഗിൾ തന്നെ കൺഫ്യൂസ്ഡ് ആണ് ഈ ഒരു മാങ്ങയുടെ കാര്യത്തിൽ, ബംഗനപ്പള്ളി വേഴ്സസ് ബദാമി. ഒരു സെർച്ചിൽ രണ്ടും സെയിം ആണെന്ന് പറഞ്ഞപ്പോൾ വേറൊരു സെർച്ച് നോക്കിയപ്പോൾ രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. ഇത് കർണാടകയിലെ അൽഫോൺസോ മാങ്ങയാണെന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ അൽഫോൺസോ മാങ്ങയുടെ അത്രയ്ക്കൊന്നും ഫ്ലേവർ ഇതിനില്ല എന്നാണ് തോന്നിയത്. പക്ഷേ നല്ല രസമുള്ളൊരു മാങ്ങയാണ്, നല്ല മധുരവും അതുപോലെ തന്നെ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു മാംഗോ ഫ്ലേവറുള്ള ഒരു മാങ്ങയാണ്.